അർച്ചനയിലേക്ക് പോകാം. അർച്ചന, വസീഫ് പുറത്തെത്തിയോ? എന്താണ് വിവരം? ഇപ്പോൾ നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എത്രയും വേഗം ജീവനക്കാരെ അകത്തേക്ക് കയറ്റി വിടണം എന്നൊരാവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ID കാർഡുള്ള ജീവനക്കാരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടൂ എന്നാണ് പോലീസ് എടുത്ത നിലപാട്. പക്ഷേ അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ കമ്പനി അധികൃതരെ നിങ്ങൾ വിളിക്കൂ, അതിനുശേഷം നമുക്കിതിൽ തീരുമാനമുണ്ടാക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇതിനെ സുരക്ഷ ഒരുക്കുമ്പോൾ ഈ തൊഴിലാളികൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. രാവിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയായിരുന്നു പൂട്ടിയിട്ടത്. ഇപ്പോൾ അകത്തേക്ക് കയറി, പക്ഷേ ഈ കമ്പനിക്ക് അകത്തേക്ക് കയറാൻ തൊഴിലാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. രാവിലെ 9 മണിക്ക് എത്തിയ ജീവനക്കാരാണ്, അവരെയാണ് ഇത്തരത്തിൽ പെരുവഴിയിലാക്കിയത്. ചർച്ച അവിടെ നടക്കട്ടെ, പക്ഷേ എന്തിനീ ഇത്രയും ജീവനക്കാരെ ഈ പുറത്ത് നിൽപ്പിക്കുന്നു, അവരെ അകത്ത് കയറ്റി വിടണ്ടേ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത്. തീർത്തും തൊഴിലാളി വിരുദ്ധമായ അല്ലെങ്കിൽ ഈ ഉറപ്പൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഈ അധികൃതർ സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ കമ്പനി അധികൃതർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മാത്രമല്ല, അവരിപ്പോഴും ഈ കമ്പനിയുടെ ജീവനക്കാരാണ്, ID കാർഡുണ്ട്. മാത്രമല്ല, ഒരു തരത്തിലും ഇത് തുടരില്ല, അല്ലെങ്കിൽ ഈ ചർച്ച നടക്കുന്നത് വരെ ഇത് മരവിപ്പിക്കും എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൊഴിലാളികൾ രാവിലെ എത്തിയത്. പക്ഷേ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച മറ്റൊന്നാണ്. അവരെ അകത്തേക്ക് കയറ്റി വിടില്ല എന്നൊരു നിലപാടാണ് കമ്പനി അധികൃതർ എടുത്തത്. അതിനെതിരെയാണ് DYFIയും ഒപ്പം CITയും മറ്റ് ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രാവിലെ തന്നെ രംഗത്തെത്തിയത്. ചർച്ച നടക്കുകയാണെങ്കിൽ പോലും അവരെ അങ്ങനെ പെരുവഴിയിലാക്കി അല്ലെങ്കിൽ ഈ പുറത്ത് നിൽപ്പിക്കരുത് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഗർഭിണികളായ സ്ത്രീകളടക്കം ഇക്കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ പെരുവഴിയിലാക്കിക്കൊണ്ടാവരുത് ഇത്തരമൊരു പ്രവൃത്തി. അതിൽ പോലീസുകാരോടും അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുക്കേണ്ടത് ഈ തൊഴിലാളികൾക്കാണ് സംരക്ഷണം ഒരുക്കേണ്ടത്, അല്ലാതെ ഈ ഉറപ്പെല്ലാം ലംഘിച്ച് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ കമ്പനിക്കല്ല ഈ സുരക്ഷ ഒരുക്കേണ്ടത് എന്ന് പോലീസിനോട് DYFI നേതാക്കളും ഒപ്പം MLAയും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും MLA ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെയൊക്കെ അകത്ത് കയറ്റി വിടുമോ എന്നത് എന്തായാലും നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഏറ്റവും ഗൗരവമായ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത്രയും തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിയെന്ന് മാത്രമല്ല, അവരെ ഇത്തരത്തിൽ പെരുവഴിയിലാക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഈ കമ്പനി സ്വീകരിക്കുന്നത്. തീർത്തും ധിക്കാരപരമായ നടപടി എന്ന് തന്നെയാണ് നേരത്തെ DYFI നേതാക്കളടക്കം ആവർത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലും ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ ഈ നിയമങ്ങളും അല്ലെങ്കിൽ എല്ലാ പറഞ്ഞ ഉറപ്പുകളും എല്ലാം തന്നെ പാലിക്കാതെ അതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2 മാസത്തെ ശമ്പളം ആദ്യഘട്ടത്തിൽ അവർക്ക് നൽകുന്നു. ഇത് മരവിപ്പിച്ചു എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഇത്തരത്തിലൊരു ശമ്പളം അവർക്ക് മുൻകൂറായി നൽകുകയും പിന്നീട് ഈ പിരിച്ചുവിട്ടു എന്ന ഇമെയിൽ അടക്കം അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴിതാ അവരെ പെരുവഴിയിലാക്കിക്കൊണ്ട് പുറത്ത് നിൽപ്പിക്കുന്ന ഒരു നടപടിയാണ് ഈ കമ്പനി സ്വീകരിക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വരഹിതമായ ഒരു കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ ഈ കമ്പനിക്ക് പുറത്ത് കാണുന്നത്. എന്തായാലും ജീവനക്കാർ ഒരടി പിന്നോട്ട് മാറിയിട്ടില്ല. തങ്ങളെ അകത്ത് കയറ്റി വിടാതെ പോകില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർ രാവിലെ മുതൽ സ്വീകരിച്ചത്. കാരണം കമ്പനി അധികൃതർ പറഞ്ഞിട്ട് തന്നെയാണ് തങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരടി പിന്നോട്ടില്ല, തങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഇതിൽ നിന്ന് തുടരും എന്നൊരു നിലപാട് തന്നെയാണ് ജീവനക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു വിഭാഗം ജീവനക്കാർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ബാക്കി ജീവനക്കാരാണ് രാവിലെ ഇവിടെ എത്തിയത്. കൊച്ചിയിലെയും കോഴിക്കോടെയും ജീവനക്കാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സമാനമായ അവസ്ഥയിൽ തന്നെയാണ് കോഴിക്കോടുള്ള അവസ്ഥയും. എന്തായാലും കൊച്ചിയിൽ നിരവധി ജീവനക്കാരുണ്ട്, അവരാണ് രാവിലെ മുതൽ എത്തിയത്. കൂടുതലും സ്ത്രീകളാണ്, അതിൽ ഗർഭിണികളടക്കമുണ്ട് എന്ന് രാവിലെ മുതൽ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കണം, അതൊക്കെ രാവിലെ മുതൽ ഇവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ തീർത്തും ജനാധിപത്യ രീതിയിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ VK സനോജ് പോലീസുമായി സംസാരിക്കുകയാണ്. ഈ അധികൃതരെ വിളിക്കൂ, എന്നിട്ട് ഈ തൊഴിലാളികളെ കയറ്റിവിടൂ എന്നാണ് സനോജ് ഇവരോട് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരു പ്രഹസനം എന്ന രീതിയിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ കമ്പനി അധികൃതർ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോവുക എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. എന്തായാലും അടിയന്തരമായി മുഖ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിൽ ഇടപെടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമാണ്. പക്ഷേ ഇതുവരെ ഇത്തരമൊരു നടപടികളും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനം. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്, അവിടെ ഇത്രയും തൊഴിലാളികളെ പെരുവഴിയിലാക്കിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ അടിയന്തരമായി കൃത്യമായി ഇടപെടുന്നില്ല, ഇവർക്ക് നീതി ഉറപ്പാക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി എന്തായാലും മുന്നിലുണ്ട്. ലേബർ കോഡിന്റെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാർ നടത്തി വരികയാണ്. അതിൽ കേരളത്തിൽ നടപ്പിലാക്കാത്ത പക്ഷം ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ലേബർ കോഡ് ഓരോ തൊഴിലാളികളുടെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും ഇതുണ്ടാവുക. അങ്ങനെ തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ കാഴ്ചകളിലൂടെ പോകുന്ന ഒരു ലേബർ കോഡാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. അതിനെതിരെ കൂടിയാണ്
ഈ പ്രതിഷേധം എന്തായാലും ആണയിട്ട് ഇവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല, കാരണം ഒരു തരത്തിലും മുന്നറിയിപ്പില്ലാതെയാണ് ഇവരെ പൂർണ്ണമായി ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത്. മാത്രമല്ല ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടിയും തീർത്തും മനുഷ്യത്വരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് നിലപാട് അവർ അർച്ചന